ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷമായിരിക്കുന്ന സമയമാണ് പ്രദോഷ സന്ധ്യ. പരമശിവൻ നടരാജനായി ശ്രീപാർവതിക്ക് മുൻപിൽ നൃത്തം ചെയ്തെന്നാണ് വിശ്വാസം. ഇത് കേട്ടതും നമ്മുടെ നന്ദിനിയാണെങ്കിൽ, ആഹാ, അവിടെ ഭജനയുടെ കൂടെ നിന്റെ ഡാൻസും ഉണ്ടടാ വിക്രം എന്ന് ചോദിക്കാട്ടോ. ഒന്ന് പോയ എടുത്തി, വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് നന്ദിനി എന്ന് കമല പറയുന്നുണ്ട്. അയ്യോ, ഞാൻ വന്നിച്ചിട്ടും നിന്നിച്ചിട്ടും ഒന്നുമില്ല, വിക്രം പൊക്കോട്ടെ എന്ന് പറയാട്ടോ നന്ദിനി. ഇപ്പോ കമല, നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കായിട്ടാ മോനെ ഞാനിത് പറയുന്നത്. എന്താ ഞങ്ങളുടെ ജീവിതമോ? അപ്പോ അമ്മ ഇവളെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചല്ലേ? അത് ശരിയാണല്ലോ, ഇപ്പോഴും അച്ഛൻ ഈ ബന്ധം അംഗീകരിച്ചിട്ടില്ല എന്ന് നന്ദിനി പറയുമ്പോഴേക്കും, ഒന്ന് നിർത്തന്റെ നന്ദിനി എന്ന് പറയാണ് കേട്ടോ കമല. നീ കെട്ടിയ താലിയുമായി കയറി വന്നവളാ ഇവള്, ഈ വീടിന്റെ മരുമകൾ. നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഇനിയും കഴിഞ്ഞില്ലെങ്കിലേ അത് നിങ്ങളുടെ പ്രശ്ന. അതിനി എങ്ങനെ വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. അതിനു വേണ്ടി മാത്രമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ തീരുമാനത്തിന് നീ എതിര് പറയില്ല എന്ന് കമല വിക്രമിനെ നോക്കി പറയാട്ടോ. എന്താ വിക്രം, ശരിയല്ലേ എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് കമല പറയുന്നുണ്ട്, ഈശ്വര, അങ്ങനെ അതും സാധിച്ചു എന്നും പറഞ്ഞ് കമല അപ്പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ നന്ദിനി, എടി സത്യം പറയണം, ഇത് ശരിക്കും നീ ഉണ്ടാക്കിയെടുത്തതല്ലേ ഈ പരിപാടി? ഓർമ്മ ബുദ്ധി അപ്പോഴേക്കും കണ്ടുപിടിച്ചു കളഞ്ഞു എന്ന് പറയാട്ടോ വേദ. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം വിക്രം വിക്രം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ കൈ പിടിച്ച് തിരിക്കുകയാണ് കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോ, നീയോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി. അപ്പോ വേദ വിക്രമിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വരാമെങ്കിൽ കുറച്ചൊക്കെ അടി പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാലോ. എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട്, അടിച്ച് ഷേപ്പ് മാറ്റിക്കളയും, എന്താ വേണോ? വേണ്ട എന്ന് പറയാട്ടോ നന്ദിനി. എന്നിട്ട് വേദ നന്ദിനിയെ തൊട്ട് നെറുവിൽ വെക്കുമ്പോ, അയ്യോ എന്താ എന്ന് ചോദിക്കാട്ടോ. അല്ല, മൂത്തവരെ ഉപദ്രവിച്ചാൽ തൊട്ട് നെറുകയിൽ വെക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, പാപം പോണ്ടേ, ഇനി നന്ദിനി അടുത്ത് പൊയ്ക്കോ എന്ന് പറയട്ടോ വേദ. അങ്ങനെ നമ്മുടെ വിശ്വം ഉമ്മറത്ത് ഇരിക്കുന്ന നേരത്ത് വിശ്വം അങ്ങ് ചെല്ലാണ്. അല്ല വിക്രം, നീ മാറ്റിയില്ലേ? ഇതാണോ നിന്റെ വേഷം? ഈ വേഷത്തിന് എന്താ കുഴപ്പം? പാൻറ്റും ഷൂസും ഒക്കെ ഇട്ടിട്ടാണോ ഭജനയ്ക്ക് പോകുന്നത്? പോയി വെള്ളമുണ്ടെടുത്ത് വാടാ. അതെ, നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും ഒരു കാര്യം പറയാം, വേദ ഒരു നല്ല കുട്ടിയാണ്, അവളുടെ മനസ്സ് നല്ലതാണ്. നിനക്ക് വിശ്വാസമില്ലെങ്കിലും അവൾ കാരണം നിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേടാ. പോയി മുണ്ടെടുത്ത് വാടാ എന്ന് പറയുമ്പോൾ വിക്രം പോയി മുണ്ടെടുത്ത് വരികയാണ്. അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ പോവാനൊക്കെ ഒരുങ്ങി വരികയാണേ. നന്ദിനിയെ കണ്ടിട്ട് നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, നന്ദിനി നീ എന്താ വരുന്നില്ലേ? ഇല്ലമ്മേ, ഞാനെങ്ങും വരുന്നില്ല. അതെന്താ നന്ദിനി എല്ലാരും കൂടി പോയി വരുന്നത്? ഒരു സന്തോഷമുള്ള കാര്യല്ലേ? വേണ്ടമ്മേ, ചിലർക്കൊന്നും എന്നെ പിടിക്കില്ല. അങ്ങനെ പിടിക്കാത്തവർ പോയിട്ട് പ്രദോഷവ്രതം കൂളായിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനെങ്ങും വരുന്നില്ല. എന്തിനാ നന്ദിനി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പോവേണ്ടവർ പോയിട്ട് തൊഴുതിട്ട് വരട്ടെ എന്നല്ലേ ഞാനും പറഞ്ഞോളൂ. ഇനി പോകുമ്പോൾ ഒരു തർക്കം വേണ്ട എന്ന് പറയാട്ടോ കമല. മോളെ വേദേ, ആ വിളക്കെടുത്ത് കത്തിക്ക്. നന്ദിനി, നീ അമ്പലത്തിലേക്ക് വരുന്നില്ലെങ്കിൽ വരണ്ട, പക്ഷെ ഇവിടെ ദീപം തെളിയിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല, നിക്കാം എന്ന് പറയാട്ടോ. മോനെ വിശ്വം, നീ വിക്രത്തിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ, ആ വരുന്നുണ്ട് എന്ന് പറയണേ. നല്ല മുണ്ടൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ടാട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് കമല പറയുമ്പോൾ വിശ്വം പറയും, ഞാനാ പറഞ്ഞതമ്മേ വിക്രത്തോട് മുണ്ടെടുത്ത് വരാൻ. അതെന്താ പാൻറ്റിട്ട് അമ്പലത്തിൽ കയറ്റില്ലേ എന്ന് ചോദിക്കാട്ടോ നന്ദിനി. അപ്പൊ ശ്രീജ പറയുന്നുണ്ട്, ഭജനക്കിരിക്കുമ്പോൾ പാൻറ്റല്ല മുണ്ടാണ് നല്ലത്. അങ്ങനെ പറഞ്ഞ് അവരൊക്കെ കൂടി അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ വേദയോട് കമല പറയുന്നുണ്ട്, വേദമോളെ പുറത്തുള്ള ഉപദേവതകളെയൊക്കെ പ്രദക്ഷിണം വെച്ചിട്ട് ഉള്ളിലേക്ക് കയറിയാൽ മതി. വേദ അങ്ങ് പോകുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുക കേട്ടോ. ഡാ, മോളുടെ കൂടെ പോ, നീയല്ലേ ഭജന ഇരിക്കുന്നത്, വേഗം പോയി പ്രദക്ഷിണം വെച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ വേദയുടെ കൂടെ അങ്ങ് നടക്കുക. എന്നിട്ട് വേദ തിരിഞ്ഞു നോക്കുമ്പോൾ, എന്താടി ഇതെനിക്ക് പണി തരാൻ വേണ്ടി നീ മനഃപൂർവ്വം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? അയ്യോ, അത് മനസ്സിലാക്കിയോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്ന് പറയാട്ടോ വിക്രം. എങ്ങനെയായാലും തന്നെ കൊണ്ട് ഞാൻ ഈ വേഷം കെട്ടിച്ചല്ലോ, എനിക്കത് മതി. അന്ന് ഷോ കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ നട്ടപ്പൊരി വെയിലിൽ നിർത്തിയില്ലേ, അന്ന് ഞാൻ തീരുമാനിച്ചതാ ഒരു മുഴുനീള ഷോ തന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കണമെന്ന് എന്ന് പറയട്ടെ വേദ.